വെൽക്കം ബാക്ക് ടു വാർ ഡെയിലി റൂം. ഞാൻ നിങ്ങളുടെ വാർവിനെ ലൈവ് ചെയ്യുന്നത് വാർ ഹിറ്റ്മാൻ ഗെയിമിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് വാർ ജിബിൻ വൈറ്റ് എത്തുന്നു, ഹെൽത്ത് സൈക്കോ വൈറ്റ് എത്തുന്നു, കൂടാതെ നമ്മുടെ റെമിലേഷ് മുരിക്കോളി എത്തുന്നു, പിന്നെ നമ്മുടെ NX എയ്റ്റ്സിമോ എത്തുന്നു. നമുക്ക് കട്ട സപ്പോർട്ടുമായിട്ട് അപ്പോൾ ലൈവ് ഇപ്പോൾ നമ്മുടെ 4 പേര് വാച്ച് ചെയ്യുന്നവരെല്ലാം കട്ട സപ്പോർട്ട് നമ്മുടെ പോയിന്റ് ടേബിളൊക്കെ ഓക്കെ അല്ലേ? പോയിന്റ് ടേബിളൊന്നും ഇന്നലെ എനിക്ക് എന്താ പറയുന്നത് ഇത്രയും ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് പോയിന്റ് ടേബിളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ ഈ 38 പേര് നമ്മുടെ റൂമിലേക്ക് ജോയിൻ ആകുന്നുണ്ട്. സ്ലോട്ട് നമ്പർ 25 BAയുടെ റെഡ് കില്ലർ കയറി നിൽക്കുന്നു. അത് വാറിന്റെ സ്ലോട്ടാണ്. എന്താണ് അവിടെ സീൻ എന്നറിയത്തില്ല. 24 നമ്മുടെ വാറിന്റെ വിനു നിൽക്കുന്നു. 23 വാറിന്റെ ആദർശം സ്നൈപ്പറും നിൽക്കുന്നു. പിന്നെ 22 വാറിന്റെ വിസാർഡ് ഉണ്ട്, സോൾജർ ഉണ്ട്, എറൈസ് ഉണ്ട്, സെക്സി ഉണ്ട്. 21 നമ്മുടെ വാറിന്റെ KGF വിഷ്ണു ജോയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്താണ് സീൻ എന്നറിയത്തില്ല. AVNന്റെ RRQDD2 സ്ലോട്ട് നമ്പർ 19 നിൽക്കുമ്പോൾ AVNന്റെ പാമ്പഡോൺ റോക്കി ആൻഡ് മാൻ ആൻഡ് സൈബ കിങ് അടങ്ങുന്ന സ്ക്വാഡ് സ്ലോട്ട് നമ്പർ 18 നിൽക്കുന്നു. മോനെ സൈബയുടെ പിള്ളേരൊക്കെ ഇവിടെ വന്ന് കളിക്കാൻ തുടങ്ങിയോ? അതോ സൈബ AVNന് വേണ്ടി കളിക്കാൻ വന്നതാണോ? വാർ ടീം ക്ലച്ച് ഗോഡ്സ് OP ഗെയിമേഴ്സ് എന്ന് പറയുന്നു. ഹെൽത്ത് സൈക്കോ വൈറ്റ് എത്തുന്നു. വാർ ടീംസ് ക്ലച്ച് ഗോഡ്സ് OP ഗെയിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ബ്രോ? എനിക്ക് മനസ്സിലായില്ല. വാർ ടീം കിടിലം പ്ലെയേഴ്സ് എന്നാണോ അതോ ക്ലച്ച് ഗോഡ് എന്ന് പറഞ്ഞ വേറൊരു പ്ലെയർ ഉണ്ടല്ലോ ഓൾറെഡി? നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ DC ഒറ്റയ്ക്ക് നിൽക്കുന്നു. സ്ലോട്ട് നമ്പർ 17 അത് പൊസിഡോൺ കൂടി എത്തുന്നു. 15 നമ്മുടെ മഹേഷ് ജയരാജാരൻ, ജിഷ്ണു, WM ഹരീഷ് അടങ്ങുന്ന ബ്രൂട്ടലിന്റെ സെക്കൻഡ് സ്ക്വാഡ്. ബ്രൂട്ടലിന്റെ ഫസ്റ്റ് സ്ക്വാഡിലേക്ക് അതാ ബ്രൂട്ടലിന്റെ ആൻസൽ മാത്രം എത്തുന്നു. ബ്രൂട്ടലിന്റെ തേർഡ് സ്ക്വാഡിലേക്ക് ബ്രൂട്ടലിന്റെ വിവിസ് മാത്രം അവിടെ സ്ലോട്ട് നമ്പർ 12 നിൽക്കുന്നു. 13 നമ്മുടെ അനാക്കൊണ്ട BA നിൽക്കുന്നു. ഒപ്പം നമ്മുടെ റെഡ് കില്ലർ BA ഉണ്ട്. പിന്നെ ആസിഡിന്റെ പിള്ളേർ, ആസിഡിന്റെ ബ്ലേസ്, സ്റ്റാർസ്, ഫ്യൂറി അടങ്ങുന്ന ഒരു ട്രയോ അവിടെ സെറ്റ് ആവുന്നു. തീപന്തത്തിന്റെ സെക്കൻഡ് സ്ക്വാഡിൽ സുഫിൽ 567 ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തീപന്തത്തിന്റെ ഫസ്റ്റ് സ്ക്വാഡിൽ നിക് സെബാസ്റ്റ്യൻ, മസ്റ്റ് റൈസർ അടങ്ങുന്ന ഒരു ഡിയോ എത്തുന്നു. എറൈസിന്റെ ലെവൽസും ടാറും ഇന്ന് നേരത്തെ സ്ലോട്ട് നമ്പർ 7 ജോയിൻ ആവുന്നു. അപ്പോൾ മേജിന്റെ പിള്ളേരെല്ലാം സെറ്റാണ്. മേജിന്റെ അസുര, റോ, ഗണ്ണർ ആൻഡ് ഇവൾ മേജിന്റെ 4 പട്ടക്കുതിരകൾ ഇന്ന് എത്തിയിരിക്കുന്നു. പൊള്ളിച്ചെടുക്കം എന്ന് പറഞ്ഞ് അത് ISSന്റെ സുൽത്താനും പൊസിഡോണും തിരുമാലയും എത്തുന്നു. ഇനി അവിടെ ക്രോക്ക് കൂടി എത്തുന്നുണ്ട്. സ്ലോട്ട് നമ്പർ 5 സ്ലോട്ട് നമ്പർ 4 അതാ NXന് വേണ്ടി വിസ് എഡ്വിൻ ജോയിൻ ചെയ്യുന്നു. വേറെ ആരും അവിടെ എത്തിയിട്ടില്ല. ഹൾക്കും വാംസ് മോൺസ്റ്ററും വാംസ് ബീസ്റ്റ് പടക്കുന്ന സ്ക്വാഡ് വാംസിന്റെ സ്ലോട്ട് നമ്പർ 3 സെറ്റ് ആകുന്നു. അതാ ബ്ലൈൻഡിന്റെ പിള്ളേരെല്ലാം സെറ്റാണ്. ഗ്യാൽ, പൊട്ടറ്റോ, എയിം ട്രിഗർ, ദ സൈക്കോ ആൻഡ് ലോൾ സമ്രായി അടങ്ങുന്ന സ്ക്വാഡ് അവിടെ സ്ലോട്ട് നമ്പർ 2 സെറ്റ് ആകുമ്പോൾ അതാ വാംസിന്റെ സ്പാരോ കൂടി എത്തുന്നു. വാംസിന്റെ പിള്ളേർ ഇന്ന് ഫുള്ള് സെറ്റാണ്. 49 പേർ നമ്മുടെ ഈ റാങ്കിൾ റൂമിലേക്ക് ജോയിൻ ചെയ്യുന്നു. സ്ലോട്ട് നമ്പർ 8 BS എന്ന ടീമിന് വേണ്ടി BAയുടെ പ്രൈമസ് എത്തുന്നു. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈവിൽ വന്ന് കട്ട സപ്പോർട്ട് തരുന്നു. 3 പേര് നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക. രഞ്ജിത്ത് മോൻ ഹായ് ബ്രോ എന്ന് പറഞ്ഞെത്തുന്നു. നമ്മുടെ വാർ എമ്പുരാൻ നമ്മുടെ ലൈവിൽ കട്ട സപ്പോർട്ടുമായിട്ട് എത്തുന്നു. രഞ്ജിത്ത് മോൻ എൻ്റെ കൂടെ ഇവിടെ സ്പെക്കിൽ നിൽപ്പുണ്ട്. വാറിന്റെ എമ്പുരാൻ അതാ 56 പേർ ജോയിൻ ആകുന്നുണ്ട്. KPM ജിത് ജോസ് തീപന്തത്തിന് വേണ്ടി അതാ ജോയിൻ ചെയ്യുന്നു. KGF വിഷ്ണു വാറിന് വേണ്ടി അവിടെ ജോയിൻ ചെയ്യുന്നു. എറൈസിന്റെ ലെവൽസ് മാത്രം സ്ലോട്ട് നമ്പർ 7 അതാ സുഫിൽ 567 കൂടെ KPM ജിത് ജോസ് കൂടി ജോയിൻ ചെയ്യുന്നു. ബ്രൂട്ടലിന്റെ ആൻസലിന്റെ കൂടെ ഗൗട്ടി എത്തിയിരിക്കുന്നു. ബ്രൂട്ടലിന്റെ സെക്കൻഡ് സ്ക്വാഡ് സെറ്റ് ആകുന്നു. അവിടെ ബ്രൂട്ടൽ ഡിബിൻ, മഹേഷ് ജയരാജ്, അരുൺ, ജിഷ്ണു, WM ഹരീഷ് അടങ്ങുന്ന സ്ക്വാഡ് അവിടെ സെറ്റ് ആകുന്നു. വാറിന്റെ പിള്ളേരെ ശ്രീഷ്ണവും അവിടെ 21 സെറ്റ് ആക്കുന്നു. ബ്രോ നെറ്റ് ഇഷ്യൂ സെറ്റ് ആക്കുന്ന പറഞ്ഞാൽ നമ്മുടെ NX എക്സിമോ എത്തുന്നു. ബ്രോ മൊബൈൽ ഡേറ്റ തന്നെയാണെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ തൽക്കാലം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിനെ അനുവദിക്കുന്നില്ല. ഞാൻ എൻക്വയറി ഒക്കെ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഉടനെ അത് സെറ്റാക്കും. എമൗണ്ട് കുറച്ച് നമുക്ക് ഫണ്ട് വരേണ്ടതുണ്ട്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. രഞ്ജിത്ത് മോൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ബ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട സപ്പോർട്ടുമായിട്ട് ലൈവിലെത്തുന്നു. വാർ ടീം പൊളിയാണ് എന്നാണ് നമ്മുടെ ഹെൽത്ത് സൈക്കോ വൈറ്റ് പറയുന്നത്. രഞ്ജിത്ത് മോൻ ഷുവർ ബ്രോ റെഡിയാക്കാം എന്ന് നമ്മുടെ രഞ്ജിത്ത് മോൻ പറയുന്നുണ്ട്. രഞ്ജിത്ത് മോനെ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ കുറച്ച് പൈസ അയച്ചു കഴിഞ്ഞാൽ വൈഫൈ റൗട്ടറൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കട്ടോ. 24 വിനു നിന്നിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അതാ ജേക്ക് കയറി വരുന്നു. 22 പിള്ളേരെല്ലാം സെറ്റാണ്. വിസാഡ്, സോൾജർ, റൈസ്, സെക്സി അടങ്ങുന്ന ഫുൾ സ്ക്വാഡ് സെറ്റാകുന്നു. 25 ജിബിനും വിരാട്ടും രാഹുലും ഫോക്സും അടങ്ങുന്ന വാറിന്റെ ഫുൾ സ്ക്വാഡ് സെറ്റാകുന്നു. 23 ആദർശ്, സ്നൈപ്പർ, റാവൺ അടങ്ങുന്ന ഒരു ട്രയോ നിൽക്കുന്നു.
താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജിത്ത് മോൻ എത്തുന്നുണ്ട്. വാർ ടീം പൊളിയാണെന്ന് പറഞ്ഞതിനായിരിക്കും. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ 80 പേര് നമ്മുടെ റൂമിലേക്ക് ജോയിൻ ചെയ്യുന്നു. ജേക്കിന്റെ കൂടെ വിനു അവിടെ സെറ്റ് ആകുന്നു. ഇനി ആര് വരാനുണ്ട്? വാറിന്റെ ഗോസ്റ്റ് വരാനുണ്ട്, ലോഡ് വരാനുണ്ട്. വാറിന്റെ ഗോസ്റ്റും ലോഡും എത്തുമോ എന്നറിയത്തില്ല. ഗോസ്റ്റിന് എനിക്കിവിടെ ഓൺലൈനൊന്നും കാണിക്കുന്നില്ല, എന്താണ് സീനെന്ന് അറിയത്തില്ല. ഗോസ്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല. സോ നമുക്ക് ബാക്കിയുള്ള ടീമുകളിലേക്ക് പോകാം. 20 വനത്തിന്റെ മഹുസും വനം മാമ്പയും എത്തുന്നു. പിന്നെ നോക്കി കഴിഞ്ഞാൽ മോനെ TRZ പിള്ളേരെല്ലാം അവിടെ സെറ്റാണ്. TRZ, ഓഡിൻ, മോണിക്, ബോണ്ട് ആൻഡ് ഒറ്റയനടങ്ങുന്ന TRZ ഫുൾ സ്ക്വാഡ്. അതെ, നല്ല എന്താ പറയുന്നത്, യുണീക്ക് ആയിട്ടുള്ള DP ഒക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്ന ബ്രൂട്ടലിന്റെ ആൻസൽ, റാഫി, ഗൗട്ടി എത്തുന്നു. ഇനി അവിടേക്ക് ബ്രൂട്ടലിന്റെ ഒരാൾ കൂടി എത്താനുണ്ട്. അതാരാണ്? ഇന്ന് ആ ഭാഗ്യവാൻ ആരാണ് നമുക്ക് നോക്കേണ്ടതാണ്. ബ്രൂട്ടൽ വിവിസ്, ബേബി, ലക്കി അവരുടെ തേർഡ് സ്ലോട്ടും ട്രയോ സെറ്റ് ആകുന്നു. ആസിഡിന്റെ പിള്ളേരെല്ലാം സെറ്റ് ആയി കഴിഞ്ഞു. ബ്ലേസ്, സ്റ്റാർസ്, ഫ്യൂറി ആൻഡ് തോർ. പിന്നെ 13 നമ്മുടെ BIക്ക് വേണ്ടി റെഡ് കില്ലർ, അനാക്കോണ്ട ആൻഡ് എക്സ്പിയർ അടങ്ങുന്ന സ്ക്വാഡ് എത്തുന്നു. ഇനി നമുക്ക് SDS എത്തുന്നു. ഹിറ്റ്മാൻ എന്ന് പറഞ്ഞെത്തുന്നുണ്ട്. എന്താണ് സീൻ എന്നറിയത്തില്ല. ലൈവ് ഇവിടെ കട്ടായതാണോ? പക്ഷെ ലൈവ് കട്ടാവാൻ വഴിയില്ലല്ലോ ബ്രോ. ഇല്ല, ലൈവ് പോകുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വന്നാൽ അത് ക്ലിയർ ആയിട്ട് കാണും. BIA നമുക്ക് കട്ട സപ്പോർട്ടുമായിട്ട് ലൈവിലെത്തുന്നു. അപ്പോൾ നമ്മുടെ തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചാണ് MG റോമി എത്തുന്നത്. ഇപ്പൊ തുടങ്ങും ബ്രോ. ഈ മച്ചാന്റെ കമന്ററി ഒരു രക്ഷയുമില്ല. പൊളി എന്ന് പറയുന്നത് നമ്മുടെ NXന്റെ എക്സിമോ നമുക്ക് കട്ട സപ്പോർട്ടുമായിട്ട് എത്തുന്നു. ബ്രൂട്ടലിന്റെ സ്ക്വാഡ് അവിടെ സെറ്റ് ആവുന്നു. അൻസൽ, റാഫി, ഗൗട്ടി, കൂടെ നമ്മുടെ PRX, അക്ഷയ്, തീപന്തത്തിന്റെ പിള്ളേരൊക്കെ സെറ്റാണ്. നിക്, സെബാസ്റ്റ്യൻ, മാസ്റ്ററൈസർ, നിഹാൽ, നയൻസ്, റൊനാൻ ആൻഡ് തീവഴ അടങ്ങുന്ന സ്ക്വാഡ്. സെക്കൻഡ് സ്ക്വാഡ് സുഫിൽ, 5, 6, 7, KPM, ജിറ്റ് ജോസിന്റെ കൂടെ തീപ്പൊരി, പിന്നെ തീ കനൽ. മോനെ വേറെ ലെവൽ പേരുകളൊക്കെയാണ്. BIA പ്രൈമസ്, പിന്നെ സൂപ്പർ മാരിയോ, ബൈക്ക് വാക്ക് ആൻഡ് റേവ് കോൺട്ര കയറുന്നു. ഇന്ന് സീനെല്ലാം കോൺട്രയാണെന്നാണ് പറയുന്നത്. ലെവൽസ് എറേസിന് വേണ്ടി ലെവൽസും ടാറും ഡിയോ നിൽക്കുന്നു. ISSന്റെ ക്രോക്ക് ജോയിൻ ചെയ്യുന്നു. ISSന്റെ ഫുൾ സ്ക്വാഡ് സെറ്റ് ആവുന്നു. NXന്റെ പിള്ളേരെ എത്തിക്കഴിഞ്ഞ മക്കളെ. NSന്റെ ആസ്ട്രിക്, ഒയാസ്റ്റർ, ടാർസൻ ആൻഡ് വിസ് എഡ്വിൻ അടങ്ങുന്ന NXന്റെ ഫുൾ സ്ക്വാഡ് അവിടെ എത്തുന്നു. നമ്മുടെ ഇറാങ്കിളിലേക്ക് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ആയിരിക്കുന്നു. ഇറാങ്കിൾ നാഗരികതയിലേക്ക്, ഇറാങ്കിളിന്റെ യുദ്ധഭൂമിയിലേക്ക്. 100 പടയാളികളുണ്ടോ? ഇല്ല, 100 പടയാളികൾ വളരെ വളരെ വിരളമായി കയറാറുള്ളൂ. എന്നാലും നമുക്ക് നോക്കേണ്ടതുണ്ട് എത്ര പടയാളികൾ ഇന്ന് നമ്മുടെ ഫ്ലൈറ്റിൽ കയറുമെന്ന്. ബ്രോ പോളി കമന്ററി എന്ന് പറഞ്ഞ് നമ്മുടെ ഹെൽ സൈക്കോ വൈറ്റ് എത്തുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു. നിങ്ങളുടെ ലൈവിൽ കട്ട സപ്പോർട്ടാണ് നമ്മുടെ കമന്ററിക്കുള്ള ഊർജ്ജം. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് കാണുമ്പോൾ നമ്മുടെ കമന്ററി അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കും. അപ്പോൾ 5 പേര് ഇപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ലൈവ് വാച്ച് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലെത്തിക്കുക, വ്യൂസ് കൂട്ടുക, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറഞ്ഞ് സബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇറാങ്കിൾ 86 പേരടങ്ങുന്ന ഇറാങ്കിൾ. സ്ട്രേഞ്ചറും ബിജോയ് ബെന്നിജോയൊക്കെ എന്താണ് സോട്ട് മാറി പിന്നെ വന്ന് കയറിയതാണ്, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ നോക്കാം. 1, 2, 3, 4 എല്ലാവരും സെറ്റാണ്. 5 പിള്ളേരെല്ലാം 6 ഉണ്ട്. 7 ലേറേസിന്റെ 2 പിള്ളേരേ ഉള്ളൂ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ 12 ബ്രൂട്ടലിന്റെ 3 പേരേ ഉള്ളൂ. പിന്നെ പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 17 നമ്മുടെ DC ലിജോന്റെ പൊസിഡോൺ ഒരു ഡിയോ ആണ്. 19 ഏവിയന്റിന്റെ സോളോയാണ്. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. വാറിന്റെ ജേക്ക്, വിനു, ഏഞ്ചൽ ആൻഡ് KGF വിഷ്ണു അടങ്ങുന്ന സ്ക്വാഡ് 24-ൽ 21 സ്ലോട്ട് ഇന്ന് ഫ്രീ ആയിരുന്നു. സോ അത് വേറെ അവർ സെറ്റ് ചെയ്ത് കയറിയതാണ്. അപ്പോൾ അവിടെ മിലിറ്ററി ബേസിന്റെ ഒരു സൈഡിൽ നിന്ന് ആരംഭിക്കുന്ന ഫ്ലൈറ്റ് ഫാമിൻ വഴി, ഷെൽട്ടർ വഴി, മാൻഷൻ വഴി
ലിപ്പോക്കയുടെയും കമേഷ്കയുടെയും മധ്യത്തിലായിട്ട് അവസാനിക്കുന്ന ഒരു ഫ്ലൈറ്റ് റൂട്ട്. അപ്പോൾ ഫസ്റ്റില് തന്നെ നമ്മുടെ മിലിറ്ററി ബേസിലേക്കൊക്കെ എത്ര പേര് പറന്നിറങ്ങുന്നു, പാരച്യൂട്ടിലിറങ്ങുന്നു, കമഴ്ന്നിറങ്ങുന്നു, തലകുത്തി ഇറങ്ങുന്നു. നമുക്ക് നോക്കേണ്ടത് വാറിന് സ്ട്രേഞ്ചറൊക്കെ പോകുന്നുണ്ട്. മിലിറ്ററി ബേസിൽ നിന്ന് അപ്പുറത്തോട്ട് സൈഡ് പിടിച്ച് വെള്ളത്തിലോട്ട് നീന്തി പ്രമോസിലേക്കൊക്കെ പാനുള്ള പരിപാടി എത്തുന്നു. TRSന്റെ പിള്ളേർ അവിടെ ഇറങ്ങുന്നു. വിസാഡ് ബിഗ് ഫാൻ എന്ന് പറഞ്ഞ ഹരികൃഷ്ണൻ എത്തുന്നു. വിസാഡ് മോനെ വേറെ ലെവൽ കളിയാണ്, ഒരു രക്ഷയില്ലാത്ത കളിയാണ്. വിസാഡ് ബിഗ് ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരികൃഷ്ണൻ എത്തുന്നു. അപ്പോൾ മാത്രമേ ഇന്നും മിലിറ്ററിയിൽ ഇറങ്ങുന്നുള്ളൂ. ബ്രൂട്ടലിന്റെ പിള്ളേരൊക്കെ എന്താ പറയുന്നത് നോവയിലേക്ക് പോവുകയാണ്. അഥവാ സ്ട്രേഞ്ചർ അവിടെ എന്താ പറയുന്നത് ഒറ്റയ്ക്ക് പോയി ഇറങ്ങുന്നു. ബിജോയ് ബെന്നിജോ വണ്ടി എടുക്കുന്നുണ്ട്, കൂടെ ഉള്ള ടീംമേറ്റ്സ് ആണ്. എന്താണ് നോക്കേണ്ടത് അവിടെ? നമുക്ക് TRSലേക്ക് പോകാം. അവരുടെ അടുത്തെങ്കിലും തന്നെ പക്ഷേ ആരുമില്ല. പിള്ളേരെ മിലിറ്ററി ബേസിൽ ഇറങ്ങി ലൂട്ട് വാരിക്കോരി സെറ്റ് ആവുകയാണ്. എന്നിട്ട് കയറി ഒരു സൈഡിൽ നിന്ന് പടക്കം പൊട്ടിച്ച് തുടങ്ങാമെന്ന് പറയുമ്പോൾ പോച്ചിങ്കിയിലേക്ക് ആസിഡിന്റെ പിള്ളേർ മാത്രമേ ഉള്ളൂ. അല്ല, എറൈസിന്റെ 2 പേർ കൂടി പോച്ചിങ്കിയിലേക്ക് വരുന്നുണ്ട്. സോ ആസിഡിന്റെ പിള്ളേർ സൂക്ഷിക്കുക. എറൈസ് 2 എണ്ണം മതി എന്ന് പറയുന്നത് എന്താ പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത് അരക്കാട മതി, 100 കോഴിക്ക് തുല്യം എന്നൊക്കെ പറയത്തില്ല. അതുപോലെ എറൈസ് 2 പേര് മതി എല്ലാത്തിനും അടിച്ചിടാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവിടെ നോക്കേണ്ടതുണ്ട്. എറൈസിന്റെ ലെവൽസ് ഉണ്ട്, പിന്നെ എറൈസ് ടാർ ഉണ്ട്. അവിടെ ലെവൽസ് വേറെ ലെവൽ കളിയാണ്, ഒരു രക്ഷയില്ലാത്ത കളിയാണ്. കിട്ടിയപ്പോഴേ പഹയൻ മിനി 14 6 ഒക്കെ ഇട്ട് സ്കോപ്പ് ചെയ്ത് നിൽക്കുന്ന ആസിഡിന്റെ പിള്ളേരെ സ്പോട്ട് ചെയ്തെന്ന് തോന്നി. എവിടെയെങ്കിലും ഒരു തല കണ്ടാൽ ജനലിന് പുറത്തോ വാതിലിന് പുറത്തോ പുറത്തൂടെ കാണോ കൂടുന്നു. എവിടെയെങ്കിലും ഒരു തല കിട്ടിയാൽ അടിച്ചു പൊളിക്കാം. എനിക്ക് ഹെൽമെറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വേറെ ആരുടെങ്കിലും ഹെൽമെറ്റ് ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന് പറയുന്നത്. NX ഫ്ലെക്സർ എത്തുന്നു, ലൈവിലെത്തുന്നു. NX ഫ്ലെക്സർ NXന് കട്ട സപ്പോർട്ടുമായിട്ട്. NX വേറെ ലെവൽ കളികളായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അവർക്ക് പഴയ ഫോമിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് NX ഞാൻ പറയുന്നു. NX ഫ്ലെക്സർ പക്ഷേ ആ വിശ്വാസം ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. NX എന്ന് പറഞ്ഞ് ബിഗ് ഷൗട്ട് ഔട്ടുമായി NXന് വേണ്ടി എത്തുന്നു. NX എക്സിമോ ഹൈ ഫ്ലെക്സർ ബ്രോ എന്ന് പറഞ്ഞെത്തുന്നു. നമുക്ക് ഫൈറ്റ് എവിടെയെങ്കിലും നടക്കാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോകാം. മോനെ യാസിനെ പോലെ എന്നതിലൊക്കെ എത്ര ടീമാണ് മോനെ? 3 4 ടീമാണ്. NX എക്സിമോ ഇല്ല എന്ന് പറയുന്നു. NXന്റെ ഫുൾ സ്ക്വാഡ് ഉണ്ടല്ലോ ബ്രോയുടെ. NX ടാർസൻ ആൻഡ് വിസഡ്വിനാണ്. എക്സിമോ ഇന്ന് കളിക്കാൻ കയറിയില്ല. സോ നമുക്ക് യാസിന്റെ പോളിയനിലേക്ക് പോകാം. അവിടെ തന്നെ ഒരു ഫസ്റ്റ് ഫൈറ്റ് നടക്കാൻ സാധ്യത. RIP ഏഞ്ചൽ പെട്ടിയായിരിക്കുന്നു. വാർ ജെ കൊണ്ട് വിനു ഉണ്ട്, KGF വിഷ്ണു ഉണ്ട്. ബാക്കിനി ISSന്റെ പിള്ളേരുണ്ട് അവിടെ. തീപ്പന്തം ഉണ്ട് അവിടെ. BIA ഉണ്ട്. BA ഫ്യൂരിഡാനാണ് നമ്മുടെ RIP ഏഞ്ചലിന്റെ കില്ലെടുത്തത്. 4 ടീമുണ്ട് അവിടെ യാസിന്യ പോളിയാനയിൽ. സോ അവിടെ എന്ത് നടക്കും എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. BA ഫ്യൂരിഡാനോടെ M16 A4 ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. സിംഗിൾ ഷോട്ട് ഇട്ട് അടിക്കുന്നു. BA ഫ്യൂരിഡാന് സ്പെക്ക് പോയപ്പോൾ എങ്ങനെ കിട്ടുന്നത്? FPP മോഡൊക്കെയാണ് സ്പെക്ക് കിട്ടുന്നത്. എന്താണ് സിനിമ? സോൾ ഹണ്ടർ അവിടെ അടിക്കുന്നു. വാംസ് മോൺസ്റ്ററിനെ സോൾ ഹണ്ടർ അടിക്കുന്നു. വെനം വേഴ്സസ് എന്താ പറയുന്നത് നമ്മുടെ വാംസ് ഇവിടെ ഫൈറ്റ് നടക്കുന്നു. സോ വാംസിന്റെ കോബ്ര UMP 45 UMP 9 വായു എടുത്തു. പക്ഷേ UMP 45 ഇല്ല. കോബ്രയെ അടിച്ചിരുന്നു. നമ്മുടെ ഹൾക്ക് അടിച്ചിരുന്നു. വാംസിന്റെ ഹൾക്ക് കോബ്രയെ അടിച്ചിരുന്നു. ടീംമേറ്റ്സിന് കാണിച്ചു കൊടുക്കുന്നു. താണ്ടറ ഇവിടെ അടിയടാ, ഇവിടെ 2 എണ്ണം റിവൈവ് ആവുന്നതാന്ന് പറയുന്നു. പക്ഷേ കോബ്രയെ അവിടെ എത്തിയ വാംസിന്റെ ബീസ്റ്റ് അടിച്ചു തീർക്കുന്നു. ഇനി മഹൂസ് ഉണ്ട് അവിടെ. വെനം മാമ്പ ഉണ്ട് അവിടെ. അവിടെ മഹൂസിന്റെ ഒരു ഒറ്റയാൾ പ്രകടനം. മഹൂസിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. തൊട്ട് പുറകിലതാ മാമ്പ എത്തുന്നു. മാമ്പയ്ക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാമ്പ അവിടെ റിവൈവ് കൊടുക്കാനുള്ള ശ്രമം ഇല്ല. മാമ്പ അതിനു മുമ്പ് കയറി അടിക്കുകയാണ്. പക്ഷേ മാമ്പയും പെട്ടിയാകുന്നു. വെനത്തിന്റെ പിള്ളേരെ അങ്ങനെ പഞ്ഞിക്കിട്ട് വാംസിന്റെ പിള്ളേർ 4 കില്ലെടുത്ത് അവിടെ സെറ്റാകുന്നു. മേജി ടീമിനെ കാണിക്കാം ബ്രോ. ഈ ഫൈറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ മേജി ടീമിനെ കാണിക്കാം ബ്രോ. ടോം ജോസ് ഷുവറായിട്ട് മേജി ടീമിനെ കാണിക്കാം. ഇവിടുത്തെ ഫൈറ്റ് ഒന്ന് കവർ ചെയ്തിട്ട്. ഹൾക്ക് അവിടെ നോക്കലാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. കൈ കൊടുക്കുന്നു. വാംസ് മോൺസ്റ്റർ, ഹൾക്ക്, വാംസ് ബീസ്റ്റ്, സ്പാരോ അടങ്ങുന്ന സ്ക്വാഡ്. ഹൾക്ക് 2 കില്ലാണ് പഹയൻ എടുത്തത്. 2 കില്ല് വാംസിന്റെ ബീസ്റ്റ് എടുത്തു. മേജിന്റെ പിള്ളേർ സ്ലോട്ട് നമ്പർ എത്രയായിരുന്നു ബ്രോ? സ്ലോട്ട് നമ്പർ 6 ആയിരുന്നു, അതോ 8 ആയിരുന്നു?
മേജിന്റെ പിള്ളേരൊക്കെ ഇവിടെ സേഫായിട്ട് നിൽക്കുകയാണ്. 81 പേരെ ചുരുങ്ങുന്നു. അങ്ങനെ നോക്കുമ്പോൾ മേജ് ഗണ്ണറുണ്ട്, അസുരയുണ്ട്, ഈവിളുണ്ട്, റോ ഉണ്ട്. അവരിവിടെ ഒരു റെഡ് സോണിനരികിലായിട്ട് ഓപ്പണിലാണോ അല്ല വീട്ടിലാണ് ഓടിക്കേറി നൈസായിട്ട് ലൂട്ടൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്. എറൈസ് ലെവൽസ് അവിടെ ആർജിസ് തോറിനടിക്കുന്ന മോനെ പറഞ്ഞില്ല, വേറെ ലെവൽ കളിയാണ് അവിടെ പോച്ചിങ്കിൽ നടക്കുന്നത്. വാർ സ്ട്രേഞ്ചർ എത്തുന്നു. നമുക്ക് ലൈവിൽ കട്ട സപ്പോർട്ടുമായിട്ട് വാറിന്റെ സ്ട്രേഞ്ചർ എത്തുന്നു. എൻഎക്സ് ഫ്ലെക്സർ ഓക്കെ എന്ന് പറഞ്ഞ് എക്സിമോട് പറയുന്നു ഓക്കെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ആസിഡിന്റെ സ്റ്റാർസ് അവിടെ ഇരിക്കുന്നു. ആസിഡിന്റെ സ്റ്റാർസ് ബൈസണുമായിട്ട് നോക്കുന്നു, എവിടെയാണ് ആളെ ഞാൻ എങ്ങും കണ്ടില്ല. സോ ഫ്ലാങ്ക് ചെയ്ത് കയറുകയാണ്. ബൈസണും കയ്യിലേന്തി. ആർജിസ ടോർ അവിടെ നോക്കിലാണ്. അവിടെ നോക്കായി കിടന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിമി എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിമി ഇവിടെ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നു. നെറ്റ് ഇഷ്യൂ ആണ്, പിഞ്ഞ് ശോകം എന്ന് പറഞ്ഞ് നമ്മുടെ എൻഎക്സ് എക്സിമോ പറയുന്നു. അതാ എറൈസിന്റെ ടാർ കയറുന്നുണ്ട്. എറൈസിന്റെ ലെവൽസ് അവിടെ കയറുന്നുണ്ട്. ടാറുണ്ട്. ടാറിന്റെ കയ്യിൽ UMP 45 ഇരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് പീക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ലെവൽസ് ഓടി തള്ളി മറിക്കുകയാണ്. ആദർശ് PK കൊച്ചു തിരുമാലി ഉണ്ടോ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട്. ISS തിരുമാലി ഉണ്ട് ബ്രോ, കാണിക്കാം ബ്രോ. BIA അവിടെ അടിക്കുന്നു, ISS അടിക്കുന്നു. പറഞ്ഞു തീർന്നില്ല അവിടെ. BIA വേഴ്സസ് ISS. NX ഫ്ലെക്സർ പറയുന്നത് എക്സിമോസ് ആർ ബിഗ് ഫാൻ എന്ന് പറഞ്ഞെത്തുന്നു. ISS തിരുമാല ഇവിടെ എന്താ പറയുന്നത് യാസിന്യ പോളിയാനയിലുണ്ട്. AKM ഒക്കെ കയ്യിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. പക്ഷേ അവരുടെ ക്രോക്ക് നോക്കിലാണ്. BIAയുടെ പിള്ളേർ അടിച്ച് പഞ്ഞിക്കിട്ടതാണ്. സോ ഫ്ലെക്സർ ബ്രോ ഒരു ഡേ റൂമിലിറങ്ങ് എന്ന് എക്സിമോ പറയുന്നുണ്ട്. അപ്പോൾ ക്രോക്കിന് ISSന്റെ പോസിഡോൺ കൈ കൊടുക്കുന്നുണ്ട്, സീനില്ല. പക്ഷേ BIAയുടെ പിള്ളേർ അവിടെ തൊട്ടടുത്ത് തന്നെ വളഞ്ഞു നിൽപ്പുണ്ട്. കയറി റഷ് ചെയ്യുമോ എന്നറിയത്തില്ല. ഇതിനകത്ത് വാറിന്റെ ജേക്ക് ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. സോ ജേക്കിനിട്ട് അടി കിട്ടുമോ? ജേക്ക് പടിയിൽ കയറി നിൽക്കുന്നു. മോനെ ISS സുൽത്താൻ വാറിന്റെ ജേക്ക് തീർത്തു വിടുന്നു, എന്നിട്ട് പിൻവാങ്ങുന്നു. സോ ജേക്കിന്റെ അടുത്ത് വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ വാറിന്റെ പിള്ളേരൊക്കെ ഓടി വരുന്നതേ ഉള്ളൂ. ഒരു കയറി കട്ടപ്പുക അടിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. വാറിന്റെ വിനു എത്തി അവിടെ ISSനെ നോക്കാക്കുന്നു. ഇല്ല, ജേക്ക് താഴേക്ക് ഇറങ്ങിയാണ്. തൽക്കാലം ജേക്ക് താഴേക്ക് ഇറങ്ങി കൈ കൊടുക്കാൻ വേണ്ടി എത്തുന്നു. KGF വിഷ്ണു പെട്ടിയായി. സോ വാറിന്റെ അവസാന പ്രതീക്ഷ ജേക്ക് അവിടേക്ക് തേർഡ് പാർട്ടി അടിക്കാൻ BIA എത്തുന്നു. BIAയുടെ വക അടി കൊണ്ട് ജേക്ക് പെട്ടിയാകുന്നു, വിനു പെട്ടിയാകുന്നു. ISS തിരുമാലിയാണോ അല്ല, XPR BIA അവിടേക്ക് റഷ് ചെയ്യുന്നു. XPR ആൾറെഡി 2 കിൽസ് എടുത്തിട്ടുണ്ട്. രഞ്ജിത്ത് മോൻ സൂപ്പർ കമന്ററി വാർ ഹിറ്റ്മാൻ എന്ന് പറഞ്ഞ് നമുക്ക് ലൈവിൽ കട്ട സപ്പോർട്ടുമായിട്ട് നമ്മുടെ രഞ്ജിത്ത് ബ്രോ എത്തുന്നു. XPR അവിടെ താഴെ വെയിറ്റ് ചെയ്യണം. മേളി നാളെ ഇറങ്ങി വരുമ്പോൾ അടിക്കാന്ന് പറഞ്ഞ ISSന്റെ ഇനി 2 പേര് ബാക്കിയുള്ള പോസിഡോണും ക്രോക്കുമുണ്ട്. ക്രോക്ക് നോക്കിൽ വീണ ക്രോക്കിനെ ആൾറെഡി പോസിഡോൺ നമ്മുടെ റിവൈവ് ചെയ്തെടുത്ത് അവർ വീടിന്റെ മണ്ടയ്ക്ക് ഇരിക്കണം. പക്ഷെ BIA ഓരോ ഫ്ലോറായിട്ട് കയറി ക്ലിയർ ചെയ്യുകയാണ്. എവിടെയാണ് എനിമി എന്ന് ക്ലിയർ ചെയ്ത് മേൽപോട്ട് കയറുന്നു. M4 കയ്യിലെന്തി സ്പ്രേ ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ സ്പ്രേ ചെയ്യാം, അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഗ്യാപ്പിലൂടെ കയറി പരതി ഇറങ്ങി നടക്കുകയാണ്. അവിടെ അടി കിട്ടുന്ന ISS പോസിഡോൺ അവിടെ അനാക്കോണ്ട BIA നോക്കി വീഴുന്നു. പക്ഷേ അനാക്കോണ്ട BIA തീർത്തു വിടുമോ? ഇല്ല. BIA ഫ്യൂർഡാൻ ISS ക്രോക്ക് അവിടെ BIA ഫ്യൂർഡാനെ അടിക്കുന്നു. BIA ഫ്യൂർഡാനെ തീർത്തു വിടുന്നു. സോ XPR BIAക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അനാക്കോണ്ട BIA അവിടെ സേഫാണ്. XPR BIA കയറുന്നുണ്ട്. മോനെ ISSനെ പെട്ടിയാകുന്നു. XPR BIA വേറെ ലെവൽ കളി, 3 കില്ല് XPR BIA. സോ ഇനി അനാക്കോണ്ട BIAക്ക് കൈ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ അവിടേക്ക് കൈ കൊടുക്കാൻ ആരാണ് പോകുന്നത്? അനാക്കോണ്ട BIAക്ക് കൈ കൊടുക്കാൻ അവിടെ BIA റെഡ് കില്ലർ എത്തുന്നുണ്ട്. വാറിന്റെ സെക്സി അവിടെ എത്തുന്നു. വാറിന്റെ സെക്സി ഇത് എവിടുന്ന് വന്നതാണ് എന്നറിയത്തില്ല. വാറിന്റെ സെക്സിയും എറൈസും സോൾജറും വിസാർഡും അടങ്ങുന്ന സ്ക്വാഡ് കറങ്ങി തിരിഞ്ഞ് വന്നതാണ്. ഇത് എന്താണ് സീനെന്നറിയത്തില്ല. സെക്സിയ പോളിയാനയിൽ എത്തിയതാണ്. അപ്പോൾ നമ്മുടെ 9 പേര് ലൈവ് വാച്ച് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യുക. അതാ മേജിന്റെ പിള്ളേർ അവിടെ അടിക്കുന്നു. മേജിന്റെ പിള്ളേർ ബ്ലൈൻഡിന്റെ പിള്ളേർ തീർത്തം തോന്നുന്നു. എയിം ട്രിഗർ അവിടെ മേജ് അസുര നോക്കിയിടുന്നു. മേഘ് അസുര വീഴുന്നു, ഇവിൾ വീഴുന്നു, അസുര പെട്ടിയാവുന്നു. മേഘ് റോ വീഴുന്നു, ഇവിൾ വീഴുന്നു. മേഘ് ഗണ്ണർമാർ ബാക്കി. ഗണ്ണറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. മേഘിന്റെ പിള്ളേരെ ബ്ലൈൻഡിന്റെ പിള്ളേർ അവിടെ തീർക്കുന്നു. സോ ബ്ലൈൻഡിന്റെ ഗ്യാൽ പൊട്ടറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ലോൽ സാമ്രായി, എയിം ട്രിഗർ, ദ സൈക്കോ അടങ്ങുന്ന സ്ക്വാഡ് അവിടെ നൈസായിട്ട് മേജിന്റെ പിള്ളേരെ വൈപ്പ് ചെയ്യുന്നു.
റെഡ് സോൺ ആണ്. സോ അകത്തേക്ക് കയറിയിട്ട് പിന്നെ ലൂട്ടാം എന്ന് പറഞ്ഞ് ലോൾ സാമ്രായി അവിടെ ഓടി ഓടി കളിക്കുന്ന NXന്റെ പിള്ളേർ സ്കൂൾ വഴിയൊക്കെ കറങ്ങി വരുന്നുണ്ട്. പക്ഷെ ആരെയും കിട്ടുന്നില്ല. തീപ്പന്തം വേഴ്സസ് ഏവിയൻ. എവിടെയാണ് മക്കളെ തീപ്പന്തം വേഴ്സസ് ഏവിയൻ അടി നടക്കുന്നത്? സെവർണിയിലാണ്. അവർ ഇവിടുന്ന് വണ്ടി എടുത്തൊക്കെ അവിടെ പോയി അട്ടിമെട്ടിക്കുകയാണ്. ടീമിനെ അവിടെ അടിക്കുന്നു. സൈബ കിങ് നോക്കിൽ വീഴുന്നു. ബാക്കി 3 പേരുടെയും ലൈഫ് കുറച്ച് സീനിലാണ്. പക്ഷെ ഡിയോഡി ആൻഡ്മാൻ ഒന്നും വകവെക്കുന്നില്ല. കയറി അടിക്കാനുള്ളൊരു ശ്രമം. എന്താ പറയുന്നത്, സൈബ കിങ് കിട്ടുന്നു. നിക് സെബാസ്റ്റ്യൻ ഫിനിഷ് ചെയ്ത് വിടുന്നു ഏവിയൻ സ്ക്വാഡിനെ. അങ്ങനെ അവിടെ നിക് സെബാസ്റ്റ്യനും തീമഴയും കൂടി ഏവിയൻ സ്ക്വാഡിനെ വൈപ്പ് ചെയ്യുന്നു. നിക് സെബാസ്റ്റ്യൻ 2 കില്ല്, പിന്നെ തീമഴ 2 കില്ല്, അങ്ങനെ 4 കില്ല് അവർ തന്നെയാണ് എടുത്തത്. അവരുടെ മസ്റ്ററൈസറിന്റെയും നിഹാൽ 909ന്റെയും അവിടെ സെവർണിയിൽ അവർക്ക് നഷ്ടപ്പെട്ടു. ഇനി സോണിലേക്ക് കയറേണ്ടതുണ്ട്. അപ്പോൾ സോണിലേക്ക് ഒരുവിധപ്പെട്ട ടീമുകളെല്ലാം ഒന്നൊന്നായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. TRSന്റെ പിള്ളേർ ഇതുവരെ പിന്നെ മിലിറ്ററി ബേസ് ലൂട്ടി കഴിഞ്ഞില്ല ബ്രോ. എന്ത് ലൂട്ടാണിത്? ഒരു മര്യാദയൊക്കെ വേണ്ട. ഇത്രയും ലൂട്ടാൻ കൊള്ളാമോ? അങ്ങനെ നമ്മൾ വാറിന്റെ ശ്രീഷ്ണു സ്നൈപ്പറും ആദർശക്കടങ്ങൻ സ്ക്വാഡ് ജോർജോ പോളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. NX നോക്ക് ബ്രോ എന്ന് NX ഫ്ലെക്സർ പറയുന്നുണ്ട് ബ്രോ. NXന്റെ അടുത്തെങ്കിലും വേറെ സ്ക്വാഡില്ല ബ്രോ. അതാണ് ഞാൻ പിന്നെ NXനെ എന്താ പറഞ്ഞത്, സ്പെക്ക് പാഞ്ഞത്. വാറിന്റെ എല്ലാവരും, വാറിന്റെ ആദർശം രാവണ സ്നൈപ്പറും ശ്രീഷ്ണും ഒക്കെ ഉണ്ട് ഇവിടെ. സ്ലോട്ട് നമ്പർ 23 വാംസ് മോൺസ്റ്ററോട് അടിക്കുന്നു. വാർ വിസാർഡിനെ അടിക്കുന്നു. വേറെ ലെവൽ കളി മോനെ വാംസ്. വാംസ് വേഴ്സസ് വാർ എറൈസ് അവിടെ തീർക്കുന്നു. വാർ എറൈസ് വാംസ് ബീസ്റ്റിനെ അടിക്കുന്നു. വാംസിന് പിള്ളേരെ അടിച്ചു തീർക്കുന്നു. വാർ സെക്സി അവിടെ വാംസ് സ്പാരോ അടിക്കുന്നു. ഇനി അവിടെ ഹൾക്ക് മാത്രം ബാക്കി. വാംസിന്റെ ഹൾക്ക് മാത്രം ബാക്കി. ഹൾക്കിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കേണ്ടതുണ്ട്. മോനെ ഹൾക്ക് ജസ്റ്റ് അടിക്കൊണ്ട് മിസ്സാവുന്നു. ഇല്ല, വാംസിനെ പെട്ടിയേക്കുന്നു. വാർ എറൈസിന്റെ വക ഫിനിഷ് ചെയ്യുന്നു. 5 കില്ല്, 4 കില്ല്. സോൾജറിന്റെ കിൽസ് ഒന്നുമില്ല. 3 കില്ല് എറൈസ്, 1 കില്ല് സെക്സി. അങ്ങനെ അവർ 4 പേരും രക്ഷപ്പെടുന്നു. വിസാർഡിനെ അവർ പെട്ടിയായി നഷ്ടപ്പെട്ടു. എക്സ്പിയർ BA ഒക്കെ അവരുടെ അടുത്തുണ്ട്. അനാക്കൊണ്ട BAയുടെ ബ്രൂട്ടൽ അബ്ദുനെ അടിക്കുന്നു. BA വേഴ്സസ് ബ്രൂട്ടലൊക്കെ എന്തായി? നമ്മുടെ അൻസൽ സലീം ചോദിക്കുന്നുണ്ട്. ബ്രൂട്ടൽ അൻസൽ ബ്രോ ഇന്ന് കളിക്കാൻ കയറില്ലേ? തിരുമാലി എത്തിയിട്ടുണ്ട്. പെട്ടിയായി കഴിഞ്ഞാൽ തിരുമാലി അപ്പോഴേ നമുക്ക് ലൈവിലെത്തി കട്ട സപ്പോർട്ട് തരും. ആ ഒരു കാര്യത്തിൽ നമ്മൾ തിരുമാലി സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ലൈവിൽ വരുമ്പോഴേ എനിക്കറിയാൻ പറ്റും തിരുമാലി ബ്രോ പെട്ടിയായിട്ടാണ് ലൈവിൽ വരുന്നത്. അതിന് മുമ്പല്ലാതെ ഒന്നും എന്താ പറയുക കമൻസോ നമുക്കൊന്നും പറയുകയൊന്നുമില്ല. സോ എന്താ പറയുന്നത്, NX എക്സിമോ ലോഡിങ് എന്ന് പറഞ്ഞു നിൽക്കുന്നു. അതാ BA സൂപ്പർ മാരിയോ അടിക്കുന്നവിടെ DC ലിജോനെ അടിക്കുന്നു. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ബ്രൂട്ടലിന്റെ പിള്ളേരുണ്ട്. ഇനി ബ്രൂട്ടലിൽ ലക്കി ഉണ്ട്, വിവിസ് ഉണ്ട്. പോസിഡോൺ അവിടെ അടിക്കുന്നു. ബൈക്ക് വോക്കിനെ അടിക്കുന്നു. പ്രൈമസ് അവിടെ DC ലിജോയെ അടിച്ച് തീർത്തുവിടുന്നു. ബ്രൂട്ടൽ ലക്കി ഉണ്ട്, വിവിസ് ഉണ്ട്. അവർക്ക് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അനാക്കൊണ്ട BA 1 കില്ല്, BA റെഡ് കില്ലർ 2 കില്ല്, എക്സ്പിയർ BA 3 കില്ല്, 3, 2, 5, 6 കില്ലുമായിട്ട് BAയുടെ പിള്ളേർ അവിടെ നിൽക്കുമ്പോൾ 4 കില്ലുമായിട്ട് വാറിന്റെ പിള്ളേർ തൊട്ടരികത്ത് തന്നെയുണ്ട്. സോ ബ്രൂട്ടലൊക്കെ അവിടെ കിടന്ന് എഴയുകയാണ്. എഴഞ്ഞെഴഞ്ഞ് നോക്കുന്നു ചുറ്റിനും ആൾ എവിടാണുള്ളത് എന്നൊക്കെ നോക്കി വരുന്നുണ്ട്. BAയുടെ പിള്ളേർ യാസിനയിൽ ഇപ്പുറത്തെ സ്ഥലത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് സോൺ. സോ സീനില്ല. അവിടെ നിന്ന് നോക്കി എന്താണ് പറയുന്നത് സെറ്റാക്കി കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു നിൽക്കുന്നു. ആദർശ് PJK കൊച്ചു നമുക്ക് ലൈവിൽ കട്ട സപ്പോർട്ടുമായിട്ട് എത്തുന്നു. വേറെ എങ്കിലും തന്നെ ഇപ്പോൾ ഉടനെ ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസില്ല. NXന്റെ പിള്ളേർ വണ്ടി എടുത്ത് കിടന്ന് കറങ്ങിയാണ്. പ്രതികാരം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മുടെ തിരുമാലി എത്തുന്നു. പ്രതികാരം അത് ചെയ്യാനുള്ളതാണ്. അത് നാളെ തന്നെ ഞങ്ങൾ ചെയ്തിരിക്കും എന്നാണ് തിരുമാലി പറയുന്നത്. അതാ ഷെൽട്ടറിന്റെ ഭാഗത്തേക്ക് NXന്റെ പിള്ളേർ വണ്ടി എടുത്തെത്തുന്നു. ഈ വണ്ടിയിൽ പെട്രോൾ കുറവായതുകൊണ്ടാണോ? ഇല്ല, അടുത്ത വണ്ടി എടുക്കുന്നില്ല. ഈ വണ്ടിയിൽ തന്നെ ഫുള്ള് നടന്ന് കറങ്ങേണ്ട. അതാ ഫ്ലൈറ്റിന് പുറകെ വിടുന്നു. ഡ്രോപ്പ് ഇടൂ, ഞങ്ങൾക്ക് ഡ്രോപ്പ് വേണം. വാറിന്റെ സെക്സി അവിടെ വണ്ടിയിൽ നിന്ന് വീഴുകയാണോ? എന്താണ് സംഭവിച്ചത്? വാറിന്റെ സെക്സി അവിടെ നോക്കാവുന്നു. വാറിന്റെ സെക്സി വണ്ടിയിൽ നിന്ന് വീണ് നോക്കാതാണ്. ബിജോയ് ബെന്നിജോ ലിപ്പോക്കിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും പുള്ളി ഓഫ്ലൈൻ ആണെന്ന് തോന്നുന്നു.
അതെ, കറക്റ്റ് നമ്മൾ സ്പോട്ട് ചെയ്തു. ബിജോയ് ബെന്നിജോ പെട്ടിയായി. ഇനി വാറിന്റെ സ്ട്രേഞ്ചർ മാത്രമാണ് ബാക്കിയുള്ളത്. സ്ട്രേഞ്ചർ വേറെ എവിടെയോ ഒരു സൈഡ് പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കായ നമ്മുടെ വാറിന്റെ സെക്സിയും അതാ ലൈഫൊക്കെ അടിച്ച് സെറ്റായി കയറിക്കൊണ്ടിരിക്കുന്നു. രഞ്ജിത്ത് മോൻ കട്ട സപ്പോർട്ടുമായിട്ട് നിന്ന് നെറ്റ് കട്ടായി ഇറങ്ങിപ്പോയി എന്നാണ് നമ്മുടെ ബ്രൂട്ടൽ ആൻസൽ പറയുന്നത്. വാർ വേഴ്സസ് ബ്രൂട്ടൽ ഒരു ഫൈറ്റ് നടക്കാൻ സാധ്യത. അതാ മിലിറ്ററി ബേസിനടുത്ത് പാലത്തിനടുത്ത് നിൽക്കുന്നു. വാർ വേഴ്സസ് ബ്രൂട്ടൽ അട്ടിക്കുന്നു. വാർ ജീവനും ഫോക്സും വിരാട്ടും രാഹുലും വണ്ടിയിലുണ്ട്. പക്ഷെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ വിരാട് അല്ലെന്ന് തോന്നുന്നു. വിരാട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വേറെ ടാസിയുടെ OP സ്കിന്നൊക്കെ ഉണ്ടായിരുന്നു, അത് കാണാമെന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം അതിനു മുമ്പേ വിരാട്ട് പെട്ടിയായി പോയി. അട്ടിക്കുന്നു. വാർ വേഴ്സസ് ബ്രൂട്ടൽ. ഓമന ജിവിന്റെ ഒരു OP സ്പ്രേ. M46 ബ്രൂട്ടൽ ഗൗട്ടി നോക്കിൽ വീഴുന്നു. ഇനി റാഫിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കേണ്ടതുണ്ട്. ബ്രൂട്ടലിന്റെ റാഫി അവിടെ ഗൗട്ടിയുടെ അടുത്ത് തന്നെ കൈ കൊടുക്കാൻ പോകുന്നു. അത് കൈ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് അട്ടി വീഴുമോ, അട്ടി കിട്ടുമോ എന്നറിയത്തില്ല. സ്നൈപ്പർ മാസ്റ്റർ ഉണ്ടോ? യെസ് ബ്രോ, കമന്ററി സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരികൃഷ്ണൻ കട്ട സപ്പോർട്ടുമായിട്ട് ലൈവിലെത്തുന്നു. നമ്മുടെ വിസാഡിന് നേരത്തെ സപ്പോർട്ട് കൊടുത്ത ചങ്ങാണ്. പക്ഷേ വിസാഡ് അട്ടിക്കൊണ്ട് വീണുപോയി. NX ഒയാസ്റ്റർ അവിടെ അടിക്കുന്നു. റേവ് കോൺട്രേ NX ഒയാസ്റ്റർ അടിച്ചിടുന്നു. NX വേഴ്സസ് അവിടെ ഒരു ഫൈറ്റ്, NXന്റെ അടുത്തൊരു ഫൈറ്റ്. നമ്മൾ ഈ ഫൈറ്റ് ഒന്ന് കവർ ചെയ്തിട്ടോ. രാഹുൽ അവിടെ മോനെ സൈഡിൽ കൂടെ കയറി അടിച്ച് ബ്രൂട്ടൽ റാഫിയെ തീർന്നു വിടുന്നു. സോ ഇനി PRX അക്ഷയ് ഉണ്ട്, പിന്നെ നമ്മുടെ ബ്രൂട്ടൽ ഗൗട്ടിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കേണ്ടതുണ്ട്. നാളെ ഫ്ലെയർ അടിക്കണം കേട്ടോ എന്ന് നമ്മുടെ വാറിന്റെ ഇമ്രാൻ പറയുന്നുണ്ട്. ബ്രൂട്ടൽ ഗൗട്ടിയും വീഴുന്നു. അടുത്ത അവസാന പ്രതീക്ഷ അവരുടെ PRX അക്ഷയാണ്. PRX അക്ഷയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് PRX അക്ഷയുടെ അടുത്തേക്ക് പോകാം. അതാ PRX അക്ഷയുടെ ഒരു M4 3x ഇട്ടൊരു സ്പ്രേ. പക്ഷെ കിട്ടുന്നില്ല. അക്ഷയ് അവിടെ നിന്ന് മാറുന്നു, സ്പോട്ട് മാറുന്നു. വാറിന്റെ 4 പുലിക്കുട്ടികൾ അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. എവിടെ ബ്രൂട്ടലിന്റെ അവസാനത്തെ എവിടെയെന്ന് നോക്കി നടക്കുന്നു. പക്ഷെ കിട്ടുന്നില്ല. അക്ഷയ് ഫ്ലാങ്ക് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നു. മോനെ ജസ്റ്റ് മിസ് ഒരു 10 HP പോലുമില്ല. ഒരു 5 HP അക്ഷയ് ആ കവറിലേക്ക് ഓടിക്കേറിയിരിക്കുന്നു. സോ അക്ഷയ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അക്ഷയുടെ 1 vs 4 ക്ലച്ച്. നമ്മുടെ PRX അക്ഷയ് എങ്ങനെ കാണിച്ചു തരാൻ തോന്നുന്നു. മോനെ അവിടെ ആരോ തല ചെറുതായിട്ട് കണ്ടെന്ന് തോന്നുന്നു. അത്രയൊന്നും പഠിച്ചു പൊളിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് തിരിച്ചടി കിട്ടുന്നതാ. വിരാട് കയറി ഒരു OP സ്പ്രേയിൽ അങ്ങനെ ബ്രൂട്ടലിന്റെ ഫസ്റ്റ് സ്ക്വാഡിനെ വൈപ്പ് ചെയ്യുന്നു. വാറിന്റെ പിള്ളേർ അങ്ങനെ 3 കില്ലെടുത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. വിസഡ്വിൻ അവിടെ അടിക്കുന്നു. NX വേഴ്സസ് ആ ഫ്ലെയറിന്റെ അടുത്തുള്ള അടിയാണത്. ഫ്ലെയറിന്റെ അടുത്തുള്ള അടി. NX ആസ്ട്രിക് നോക്കിലാണ്. ടാർസൻ ഉണ്ട്. ഒയാസ്റ്റർ പെട്ടിയായി. വിസഡ്വിൻ ഉണ്ട്. അതാ വിസഡ്വിൻ പെട്ടിയാകുന്നു. അവസാന പ്രതീക്ഷ NX ടാർസൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ടാർസൻ NXന്റെ രക്ഷകനാകുമോ? നോക്കേണ്ടതുണ്ട്. അതാ BAA സൂപ്പർ മാരിയോ മാത്രം അവരുടെ അവസാന പ്രതീക്ഷയാണ്. NXന്റെ ടാർസൻ അവിടെ അപ്പുറത്ത് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് എന്തായി തീരുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. NX ഫ്ലെക്സർ, NX ഒയാസ്റ്റർ OP എന്ന് പറഞ്ഞെത്തുന്നു. NX ഒയാസ്റ്ററിന് കട്ട സപ്പോർട്ടുമായിട്ട് എത്തുന്നു. പക്ഷേ NXന്റെ പിള്ളേരെ അവിടെ ഇവര് നൈസായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞു നമ്മുടെ BS ടീം. ഇനി ഇവരുടെ അടുത്തുള്ളത് തീപന്തത്തിന്റെ സെക്കൻഡ് സ്ക്വാഡ് അവിടെ ഉണ്ട്. സുഫിൽ 567, തീക്കനൽ, തീപ്പൊരി, TPM, KPM, ജിജോ സടൻ സ്ക്വാഡ്. BS ഇതുവരെ 6 കില്ല് എടുത്തു കഴിഞ്ഞു. TRZ ബോണ്ട് അവിടെ എയിം ട്രിഗറിനെ ഒരു നെയ്ഡിട്ട് നോക്കാക്കുന്നു. ഓടിനവിടെ എയിം ട്രിഗറിനെ ആ നെയ്ഡിൽ തീർക്കുന്നു. മോനെ സൈക്കോ കയറി വന്നു. പക്ഷെ സൈക്കോയെ നമ്മുടെ ഒറ്റയാൻ അടിച്ച് പെട്ടിയാക്കി വിടുന്നു. 3 കില്ല് മാറ്റം. അങ്ങനെ TRZന്റെ പിള്ളേര് സോണിലേക്ക് ഓടി കയറിക്കൊണ്ടിരിക്കുന്നു. 12 ടീമുകൾ, 38 പേർ ബാക്കിയുണ്ട്. ഇനി അടുത്തൊരു ക്ലോസ് ഫൈറ്റ് എവിടെ വരാൻ സാധ്യത? വാറിന്റെ പിള്ളേരവിടെ തീപന്തം സ്ക്വാഡിന്റെ അടുത്തുകൂടി വണ്ടിയിലൂടെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. സോ നമുക്ക് അവിടേക്ക് പോകാം. അവിടെ ഒരു ഫൈറ്റ് വരാൻ സാധ്യത.
വാറിൻ്റെ പിള്ളേർ ജീപ്പൊക്കെ എടുത്താണെന്ന് തോന്നുന്നു പോകുന്നത്. എനിക്ക് ആരെയും വണ്ടി പോലും കാണിക്കുന്നില്ല, 3 പേരുടെ പേരേ കാണിക്കുന്നുള്ളൂ. ശ്രീകൃഷ്ണൻ അതാ വണ്ടിയിൽ നിന്നൊക്കെ ചാടി ഇറങ്ങുന്നുണ്ട്. ബാൻഡേജ് അടിച്ചുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നത്. സോണിൻ്റെ ഒരു എഡ്ജ് പിടിച്ച് ഇവിടെ ഇനി ലൂട്ട് എടുക്കാനുള്ള പരിപാടിയാണോ എന്താണെന്ന് അറിയത്തില്ല. അത് ലൂട്ട് എടുക്കുകയാണ്. ഇവർക്ക് ഇതുവരെ ലൂട്ട് സെറ്റായില്ല. എന്താണിത് സീൻ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ 12 ടീമുകൾ 38 പേർ അവശേഷിക്കുന്നു. അതാ വാറിൻ്റെ പിള്ളേർ അടുത്ത ബ്രൂട്ടൽ സ്ക്വാഡിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യുന്നു. സോ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഒരു ഫ്ലെയർ ഡ്രോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രൂട്ടലിൻ്റെ പിള്ളേർ. അതിനെ ലക്ഷ്യമാക്കിയാണ് വാറിൻ്റെ ഫോക്സും രാഹുലും വിരാട്ടും ജിബിനും പോകുന്നത്. ബ്രൂട്ടൽ ദിബിൻ, അരുൺ, ജിഷ്ണു, മഹേഷ്, ജയരാജ്, WM, ഹരീഷ് അടങ്ങുന്ന ബ്രൂട്ടലിന്റെ സെക്കൻഡ് സ്ക്വാഡ്. അയ്യോ NX എന്ന് പറഞ്ഞ നമ്മുടെ NX ഫ്ലെക്സർ അതാ തേങ്ങി കരയുന്നു. നമ്മുടെ ലൈവ് ചാറ്റിൽ വന്ന് പുള്ളി NXനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ NX ഫസ്റ്റ് ഫൈറ്റ് എടുത്തപ്പോൾ തന്നെ പെട്ടിയായി പോയി. പിന്നെ ബ്രൂട്ടലിന്റെ പിള്ളേർ ഇവിടെ താടിയുടെ ഇടയ്ക്കൊക്കെ നല്ല സെറ്റായിട്ട് കവർ എടുത്ത് ഒളിച്ചിരിക്കുകയാണ്. വെൽ പ്ലാൻഡ് ആയിട്ട് കയറി ഒളിച്ചിരിക്കുകയാണ്. അതാ നോക്കുന്നുണ്ടോ, റൈറ്റിലൂടെ ജീപ്പ് വന്നാലും അടിക്കും, ലെഫ്റ്റിലൂടെ വന്നാലും അടിക്കും, എതിലെ കൂടെ ആൾ വന്നാലും അടിക്കും എന്നുള്ളൊരു സെറ്റപ്പ്. 2 പേരവിടെ ടോപ്പില്, 2 പേര് ഈ തടിയുടെ ഇടയ്ക്ക്. സോ അത് നല്ലൊരു തീരുമാനമാണ്. പക്ഷെ വാറിന്റെ പിള്ളേരും അവിടെ ഫ്ലാങ്ക് ചെയ്ത് കയറുന്നുണ്ട്. ലെഫ്റ്റിൽ കൂടി രാഹുൽ കയറുന്നു, റൈറ്റിൽ കൂടി മുകളിൽ വന്ന് വിരാട് നോക്കുന്നുണ്ട്. നടുക്ക കൂടി നമ്മുടെ ഫോക്സും ജിബിനും റഷ് ചെയ്യുമോ അതോ എന്താണ് പ്ലാൻ എന്നറിയത്തില്ല. സോ നമുക്ക് ഈ ഫൈറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് അടുത്ത ഫൈറ്റിലേക്ക് പോകാം. BA സൂപ്പർ മാരിയോ അവിടെ അടിക്കുന്നു. തീപ്പന്തം vs BA BS. ഇവിടെയും ചെറിയ രീതിയിലൊക്കെ ആടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വാറിൻ്റെ പിള്ളേർ ഇവരെ ബ്രൂട്ടലിനെ എവിടെയാണെന്ന് സ്പോട്ട് ചെയ്തിട്ടില്ല. സോ അവരവിടെ ഇങ്ങനെ നിന്ന് ഒളിച്ചും പാത്തും ഒക്കെ നോക്കുന്നുണ്ട്. നമുക്ക് ജിബിനിലേക്ക് പോകാം. ജിബിൻ നോക്കുന്നുണ്ട്. അവിടെ WM ഹരീഷിനെ കണ്ടെന്ന് തോന്നുന്നു. AWM പട്ടാസ് ഹെഡ് ഷോട്ട് കൊടുക്കാൻ തീരുമാനം, പക്ഷെ കിട്ടുന്നില്ല. ഓ മോനെ, WM ഹരീഷ് നോക്കാവുന്നു. WM ഹരീഷ് നോക്കായി. ജിബിൻ അത് തിരിഞ്ഞു മാറി ലെഫ്റ്റ് വിങ്ങിലൂടെ കയറാനുള്ള ശ്രമം. ജിബിൻ്റെ വക AWM പട്ടാസ് ഹെഡ് ഷോട്ട്. അതാ TRZ ബോണ്ട് അവിടെ ആസിഡ് സ്റ്റാർസിനെ അടിക്കുന്നു. TRZ vs ആസിഡ്. TRZ ഒറ്റൻ, TRZ ബോണ്ട്, മോണിക് ആൻഡ് എന്താ പറയുന്നത് ഓഡിൻ. മോനെ ഒറ്റനതാ പോകുന്നു. അതാ ഫ്രൈ പാനൊക്കെ ആകാശത്തോടെ പറന്നു പോകുന്നവരൊക്കെ ഒറ്റനിട്ട് അടി കിട്ടുന്നു. അവിടെ ആളുണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ വകവെക്കാതെ റൈറ്റ് സൈഡിൽ ഓപ്പണിലൂടെ ഓടിക്കറിയ ഒറ്റനിട്ട് അടി കിട്ടുന്നു. ഒറ്റൻ പെട്ടിയാകുമോ ഇല്ല. TRSയുടെ ഓടിൻ കയറി അടിക്കുന്നുണ്ട്. ബോണ്ട് അവിടെ ബോണ്ട് നോക്കിൽ വീഴുന്നു. ഇനി ഓടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓടൻ കട്ട ഗില്ലി സൂട്ടാണ്, മോണിക്കും ഗില്ലി സൂട്ടാണ്. സോ മോണിക്ക് അവിടെ വീഴുന്നു. അവസാന പ്രതീക്ഷ ഓടിൻ. ഓടിൻ തീർത്ത് വിടുന്നു. MK14 ഫിനിഷ് ചെയ്യുന്നു. ആസിഡിന്റെ പിള്ളേരെ ഫിനിഷ് ചെയ്യുന്നു. പക്ഷെ തൊട്ടടുത്ത് വാറിന്റെ പിള്ളേരുണ്ട്. വാറിന്റെ പിള്ളേരുടെ അടികൊണ്ട് TRSനെയും വൈപ്പ് ചെയ്യുന്നു. വാറിന്റെ സ്ട്രേഞ്ചർ വേറെ ലെവൽ സ്നൈപ്പിംഗ്. അവിടെ 2 ടീം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നൈസായിട്ട് അവിടെ കിടന്ന് അത് അടിയെടുത്തിട്ട് അത് പുറകിലേക്ക് പിന്മാറുന്നു. അപ്പോൾ വാർ vs ബ്രൂട്ടൽ. വാർ രാഹുൽ അവിടെ അടിക്കുന്നു. അരുൺ ജിഷ്ണുവിനെ അടിച്ചു തീർക്കുന്നു. DPക്ക് അടിച്ചു തീർക്കുന്നു. റേവ് കോൺട്ര അവിടെ KPM ജിൻജോസിനെ അടിക്കുന്നുണ്ട്. ബ്ലാക്ക് വോക്ക് അവിടെ തീപ്പൊരി TPMനെ വണ്ടി അടിച്ച് പൊട്ടിച്ചെന്ന് തോന്നുന്നു. അതാ KPM ജിൻജോസും അവിടെ വണ്ടി അടിച്ച് പൊട്ടിച്ച് തീരുന്നു തോന്നുന്നു. WM ഹരീഷുണ്ട്, ബ്രൂട്ടൽ ടീമിനുണ്ട്, മഹേഷ് ജയരാജുണ്ട്. BA പ്രൈമസ് അവിടെ സുഫിൽ 567 അടിച്ച് ഫിനിഷ് ചെയ്യുന്നു. അതെ, ഫിനിഷ് M4 സ്കോപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. ജിബിൻ നോക്കുന്നുണ്ട്. AW വിട്ട് നോക്കുന്നുണ്ട്. ബ്രൂട്ടലിന്റെ ദിബിൻ അവിടെ നോക്കാവുന്നു. ഇനി 2 പേരെ അവശേഷിക്കുന്നുള്ളൂ മനസ്സിലാക്കിയത്. ജിബിനും ഓടിക്കുന്നു. വിരാട് അവിടെ അടിക്കുന്നു. വാറിന്റെ വിരാട് ഇവിടെ മഹേഷ് ജയരാജിനെ നോക്കാക്കി വിടുന്നു. ഓപ്പണിൽ കയറി അടിക്കുന്ന ശ്രമം. ഓ മോനെ ഇല്ല. വിരാട് ഓഗിന് ബ്രൂട്ടലിനെ വൈപ്പ് ചെയ്യുന്നു. 4 കില്ല് വിരാട് ഇന്ന് ഒരു ഉജ്ജ്വല ഫോമിൽ തന്നെ അങ്ങനെ 7 കില്ലുമായിട്ട് നിൽക്കുന്നു. 4 കില്ല് വിരാട്, 3 കില്ല് രാഹുൽ. 7 കില്ലുമായിട്ട് വാറിന്റെ പിള്ളേർ സോണിലേക്ക് ഓടിക്കുന്നു. 7 ടീമുകൾ 20 പേരിപ്പോൾ ജീവനോടെ ഉണ്ട്. 7 ടീമുകൾ എല്ലാവരും സോണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി നമ്മുടെ BIA ടീമും വാറിന്റെ ശ്രീകൃഷ്ണമൊക്കെ അടങ്ങുന്ന ടീമുമേ സോണിലേക്ക് എത്താനുള്ള. അവരും നൈസായിട്ട് സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. സീനില്ല. ആ പ്ലേ സോണിൽ BIA റെഡ് കില്ലർ വീഴുന്നു. റെഡ് കില്ലറിനെ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. പ്ലേ സോണിൽ എക്സ്പിയർ BIA വീഴുന്നു. അവസാന പ്രതീക്ഷ അവരുടെ അനാക്കൊണ്ട BIAക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അനാക്കൊണ്ട BIA നെറ്റ് പോയതാണ്. എന്താണ് സീൻ എന്നറിയത്തില്ല. അതാ നമ്മുടെ ബഗ്ഗിയിലിരുന്ന് നോക്കായി തീരുന്നു. അങ്ങനെ BIAയുടെ പിള്ളേരെല്ലാം പ്ലേ സോണിൽ തീരുന്നു. 6 ടീമുകൾ 17 പേർ
അടുത്ത BS ബസ് തീപ്പന്തം സ്ക്വാഡ് അല്ല വാറുമായിട്ടാണ് വാറിന്റെ രാവൺ അവിടെ നോക്കിൽ വീഴുന്നു. ആദർശ് അവിടെ കട്ടയ്ക്ക് സ്നൈപ്പ് ചെയ്യാനുള്ള ശ്രമം. ആദ്യമേ എവിടെയൊക്കെ അടിയുണ്ട്, പുറകിൽ നിന്നൊരു അടി വരുന്നു, അതൊക്കെ നോക്കി കവർ ചെയ്ത് കയറാനുള്ള ശ്രമം. രാവൺ നോക്കിലാണ്. രാവണ് കൈ കൊടുക്കാൻ അടുത്തത് സ്നൈപ്പർ ഉണ്ടോ? സ്നൈപ്പർ അല്ല, രാവൺ അവിടെ റിവൈവായി തിരിച്ച് സോണിലേക്ക് കയറുന്നു. ശ്രീഷ്ണവ് അവിടെ ഇരിക്കുന്നു. ശ്രീഷ്ണവ് പ്രൈമസിനെ അടിച്ചിടുന്നു. തൊട്ടടുത്തേക്ക് റഷ് ചെയ്യാൻ കയറിയ പ്രൈമസിനെ ശ്രീഷ്ണവ് ഉച്ചയ്ക്ക് അടി കൊടുത്തിടുന്നുണ്ട്. അതാ സ്നൈപ്പർ പ്രൈമസിനെ തീർത്തുവിടുന്നു. ശ്രീഷ്ണവ് നോക്കാക്കിയ പ്രൈമസിനെ സ്നൈപ്പർ തീർത്തുവിടുന്നു. വീണ്ടും പുറകിലേക്ക് ഇറങ്ങി ഒരു കവറിൽ ബാൻഡേജ് അടിക്കാനുള്ള ഒരു ശ്രമം. ഇല്ല, ഫസ്റ്റ് എയ്ഡ് തന്നെ അടിക്കാണ്, ടൈമില്ല. ഫസ്റ്റ് എയ്ഡ് തന്നെ അടിച്ചിട്ട് BSന്റെ ബാക്കി പേരെയും കൂടെ വായ്പ ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു. വാറിന്റെ രാവൺ അവിടെ ഓടിക്കയറുന്നുണ്ട്. സോണിലേക്ക് കയറി നമുക്ക് സേഫായി നിന്നിട്ട് അടിക്കാമെന്ന് പറയുന്നു. RRQ2 വാറിന്റെ റേസ് അടിക്കുന്നു. വാർ ശ്രീഷ്ണവ് അവിടെ ഏവിയൻ RRQ2 അടിച്ചു തീർക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു വാർ വേഴ്സസ് വാർ കളി കാണാൻ സാധ്യത. വാറിന്റെ റേസ് ഇവിടെ തൊട്ടടുത്തുണ്ട്. സെക്സി അവിടെയുണ്ട്. മേളിൽ നിന്ന് മല ഇറങ്ങി വരുന്നവർ ഇവരെ സുഖമായിട്ട് കാണാൻ പറ്റും, അടിച്ചിടാൻ പറ്റും. വാറിന്റെ ഫോക്സ് ഒക്കെ മേളിൽ നിന്ന് വരുന്നുണ്ട്. വാർ രാഹുൽ അവിടെ അടിക്കുന്നു. വാർ സോൾജർ നോക്കിൽ വീഴുന്നു. പക്ഷെ BIA സൂപ്പർ മാരിയോ സോൾജറിനെ തീർത്തു വിടുന്നു. BIA സൂപ്പർ മാരിയോ 6 കില്ലാണ് പഹയൻ എടുത്തിരിക്കുന്നത്. വണ്ടി അടിച്ചു പൊട്ടിച്ച് കവറാക്കാൻ ശ്രമം. അതെ, വണ്ടി അടിച്ചു പൊട്ടിച്ച് നൈസായിട്ട് കവറാക്കുന്നു. ലെഫ്റ്റിൽ വാറിന്റെ പിള്ളേർ, റൈറ്റിൽ വാറിന്റെ പിള്ളേർ, താഴെ വാറിന്റെ പിള്ളേർ. 5 വാറിന്റെ സെക്സി അവിടെ നോക്കിൽ വീഴുന്നു. BIA സൂപ്പർ മാരിയുടെ ഒരു OP സ്പ്രേ, M4 ഒരു OP സ്പ്രേ. അതാ വാർ വിരാട് അവിടെ റാവൻ കോബ്രയെ നോക്കിലിടുന്നു. റേവ് കോൺട്ര. ഇനി അവിടെ ബാക്ക് വോക്ക് ഉണ്ട്. BIA സൂപ്പർ മാരിയോ ഉണ്ട്. സൂപ്പർ മാരിയോ അവിടെ കൈ കൊടുക്കുന്നു. ലെഫ്റ്റില് നമ്മുടെ വാറിന്റെ എറേസ് ഉണ്ട്. വാറിന്റെ പിള്ളേർ തന്നെ വേറെ താഴെ നിന്ന് കയറി വരുന്നുണ്ട്. സോ അവിടെ നിന്ന് മാറിയിരിക്കും. അടുത്ത സോൺ ഇവർക്ക് അനുകൂലമല്ല. സോണിലേക്ക് പോകേണ്ടതുണ്ട്. ഏതുവഴി പോകും, ഏതുവഴി പോയാലും അട്ടി കിട്ടാൻ സാധ്യത. വാറിന്റെ പിള്ളേർ അവിടെ ടോപ്പിൽ ഹൈയിൽ നിലനിർപ്പിക്കുന്നു. വാർ വിരാടിന് സ്പ്രേ കിട്ടുന്നു. വിരാട് പുറകിലേക്ക് മാറുന്നു. ഒരു OP സ്പ്രേ BIA സൂപ്പർ മാരിയോയുടെ M4 ഉള്ള ഒരു OP സ്പ്രേ, 6x സ്പ്രേ, വേറെ ലെവൽ സ്പ്രേ. ഫോക്സിനിട്ട് അടിക്കുന്നു, ജിവിനിട്ട് അടിക്കുന്നു. എന്നിട്ട് അവർ താഴെ റിഡ്ജ് പിടിച്ച് ഓടിക്കാനുള്ള ശ്രമം. പക്ഷെ അവർ ഓടിക്കയറുന്നത് വാറിന്റെ അടുത്തേക്ക് തന്നെയാണ്. 5 ടീമിൽ 3 വാറിന്റെ ടീം. വാർ രാഹുൽ അവിടെ ബാക്ക് വോക്കിനെ നോക്കാക്കുന്നു. രാഹുൽ വേറെ ലെവൽ സ്നൈപ്പിംഗ് പോലെ ഒരു രക്ഷയുമില്ല. രാഹുലയുടെ കാറിനെ ഏറ്റിട്ട് റീലോഡ് ചെയ്ത് വീണ്ടും നോക്കുന്നുണ്ട്. ജിവിൻ അവിടെ ക്ലോസ് റേഞ്ചിലേക്ക് പോകാൻ ഒരു ശ്രമം. ഒരു ക്ലോസ് ഫൈറ്റ് എടുക്കാൻ വേണ്ടി ജിബിൻ മുമ്പിലേക്ക് പോകിട്ട് പക്ഷെ തിരിച്ചു വരുന്നു റിഡ്ജിൽ നിൽക്കാൻ. പക്ഷെ സോണിലേക്ക് കയറേണ്ടതുണ്ട്. നമ്മുടെ ഇപ്പോൾ വാറിന്റെ എറേസ് മാത്രമാണെന്ന് തോന്നുന്നു സോണിലുള്ളത്. 3 കില്ലെടുത്ത് എറേസ് സോണിന്റെ ഒത്ത മധ്യത്തിലായിട്ട് ഇങ്ങനെ പതുക്കെ പാമ്പടിച്ച് കിടക്കുന്നു. വാറിന്റെ ആദർശ് കയറി വരുന്നത് എറേസ് കണ്ടെന്ന് തോന്നുന്നു. എറേസ് അവിടെ DPയിൽ ഹോളോ ഇട്ട് നിൽക്കുന്നു. വാർ രാഹുൽ അവിടെ വാർ സ്ട്രേഞ്ചറിനെ നോക്കിലിടുന്നു. സ്ട്രേഞ്ചർ സോളോ ആയിരുന്നു, തീർത്ത് വിട്ടു. അപ്പോൾ ആദർശ് എത്തിയത് നമ്മുടെ എറേസ് സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. UMP എടുത്ത് വെക്കുന്നു. ആദർശിന്റെ അടുത്തേക്ക് താഴെ നിന്ന് BIA മാരിയോ കയറി വരുന്നുണ്ട്. വാറിന്റെ പിള്ളേരെല്ലാം തന്നെ ഇവിടെ തൊട്ടടുത്തൊക്കെ ഉണ്ട്. ബാക്ക് വോക്ക് അവിടെ വാർ ആദർശിനെ നോക്കാക്കുന്നു. ബാക്ക് വോക്ക് വാർ ആദർശിനെ തീർത്തു വിടുന്നു. വാർ എറേസിനെ നമ്മുടെ വാറിന്റെ ജിബിൻ തീർത്തു വിട്ടിരുന്നു. അവിടെ പെട്ടെന്ന് പെട്ടി ലൂട്ടെടുക്കാൻ ശ്രമം. അപ്പോൾ BIA വേഴ്സസ് വാർ എന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം. വാർ ശ്രീഷ്ണവ് അവിടെ വാർ രാഹുലിനെ അടിക്കുന്നു. വാർ ഫോക്സ് അവിടെ വാർ ശ്രീഷ്ണുവിനെ അടിച്ച് നോക്കാക്കുന്നു. ഇനി സ്നൈപ്പർ ഉണ്ട്, രാവൺ ഉണ്ട്, പിന്നെ BSന്റെ പിള്ളേരുണ്ട്. വാർ ഫോക്സ് അവിടെ വാർ ശ്രീഷ്ണുവിനെ അടിക്കുന്നു, അടിച്ച് തീർക്കുന്നു, പെട്ടിയാക്കുന്നപ്പോൾ വാറിന്റെ രാവണും സ്നൈപ്പറും മാത്രം ബാക്കി. പക്ഷേ സ്നൈപ്പറും രാവണും വെയിറ്റ് ചെയ്യുകയാണ്. റേവ് കോൺട്ര അടിക്കുന്നു. റേവ് കോൺട്ര നോക്കിൽ വീഴുന്നു. ബാക്ക് പോക്കിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? BIA സൂപ്പർ മാരിയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ഫ്ലാങ്ക് ചെയ്ത് അടിക്കാനുള്ള ശ്രമം. നമ്മുടെ ലൈവ് അങ്ങനെ 9 പേര് ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ട്. ലൈവിൽ കട്ട സപ്പോർട്ട് തരിക. BIA സൂപ്പർ മാരിയോ റാംബോ BIA എത്തുന്നു. BIA സൂപ്പർ മാരിയോ വേറെ ലെവൽ കളി എന്ന് പറഞ്ഞ് നമ്മുടെ
3 ടീമുകൾ 8 പേർ ഇപ്പോഴും അവശേഷിക്കുന്നു. വാരി പറക്കിയിട്ട് ആരൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ ആരും നോക്ക് വിടുന്നില്ല. ഡാമേജ് ആകുന്നു അതേ റേവ് കോൺട്ര ഡാമേജ് ആകുന്നു. BA ബാക്ക് വോക്ക് നോക്കാകുന്നു. സോ BA സൂപ്പർ മാരിയോ മാത്രം അവശേഷിക്കുന്നു. BA സൂപ്പർ മാരിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വാർ വിരാട് അവിടെ റേവ് കോൺട്രയെ തീർത്തു വിടുന്നു. BA സൂപ്പർ മാരിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വാർ വിരാട് അവിടെ നോക്കിൽ വിടുന്നു. BA സൂപ്പർ മാരിയുടെ അടികൊണ്ട് MK14 ഉള്ള BA സൂപ്പർ മാരിയുടെ അടികൊണ്ട് വാർ വിരാട് അവിടെ നോക്കിൽ വിടുമ്പോൾ വാർ ഫോക്സ് അവിടെ വാർ സ്നൈപ്പറിനെ അടിക്കുന്നു. വാറിന്റെ റാവണിനെ നമ്മുടെ BA സൂപ്പർ മാരിയോ സ്പോട്ട് ചെയ്തെന്നു. സോ വാറിന്റെ റാവണെ കൂടി തീർത്താൽ വാറിന്റെ ആ സ്കോഡ് വൈപ്പ് ആവുകയാണ്. സോ സൂപ്പർ മാരിയോ അവിടെ നോക്കുന്നുണ്ട്. M4 എടുത്ത് എന്താ പറയുന്നത് റീലോഡ് ചെയ്ത് നോക്കുന്നു. രാവണനെ സ്പോട്ട് ചെയ്യുന്നു. മോനെ രാവൺ ട്രേഡ് കിട്ടുന്നു. ഒരു OP സ്പ്രേ, പക്ഷേ രാവൺ ജസ്റ്റ് മിസ്സാകുന്നു. ഇനി സോണിലേക്ക് കയറണമെന്നുണ്ട്. രാവണനെ അവിടെ എല്ലാം നോക്കുന്നുണ്ട്. രാവണനെ അടിച്ചു തീർക്കുന്നു. BA സൂപ്പർ മാരിയോ വേറെ ലെവൽ കളി. ബാക്ക് 3 vs 2. BAയുടെ 2 പിള്ളേർ, വാറിന്റെ 3 പേർ. വാറിന്റെ വിരാട്ട് തീർന്നു. ഇല്ല, ഫോക്സ് ഉണ്ട്, രാഹുൽ ഉണ്ട്, ജിബിൻ. ജിബിൻ നോക്കിൽ വീഴുന്നു. ബാക്ക് വോക്കിന്റെ ഒരു OP അടി. വിരാടിനെ അടി കിട്ടുന്നു. ജിബിനെ തീർത്ത് വിടുന്നു. അവസാനം ഇനി ഫോക്സ് മാത്രം ബാക്കി. BA സൂപ്പർ മാരിയോ അടിക്കുമ്പോൾ ഫോക്സ് അടിക്കുമ്പോൾ BA സൂപ്പർ മാരിയോനെ ഫോക്സ് അടിച്ചിരുന്നു. ബാക്ക് വോക്ക് ആ ഒരു ലൈഫ് വെച്ചുകൊണ്ട് ബാക്ക് വോക്ക് ഫോക്സിനെ അടിക്കാൻ പറ്റുമോ? എങ്ങോട്ടൊക്കെ ബാക്ക് വോക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഫോക്സിനെ കണ്ടില്ലെന്ന് തോന്നുന്നത്. ഫോക്സ് ഓപ്പണിൽ കയറി വരുന്ന ഫോക്സ് ഇട്ട് അടിക്കുമ്പോൾ ഇല്ല. ഫോക്സ് വാറിന് വേണ്ടി വീണ്ടും ഫോക്സ് ഇന്ന് ചിക്കൻ നേടിക്കൊടുത്ത ഒരു OP കളി. ഫോക്സിന്റെ ഒരു OP ഫിനിഷിംഗ് വേറെ ലെവൽ കളി പറയാതിരിക്കാൻ വയ്യ. കുറച്ചു മുമ്പ് വരെ 0 കില്ലുമായിട്ട് നിന്ന് നമ്മുടെ വാറിന്റെ ഫോക്സ് 5 കില്ലെടുത്ത് അപ്പോൾ വാറിന് ചിക്കൻ നേടിക്കൊടുക്കുന്നു. വാറിന്റെ വിരാട് 4 കില്ല്, ഫോക്സ് 5 കില്ല്, ജിബിൻ 1 കില്ല്, രാഹുൽ 4 കില്ല്. അങ്ങനെ 4-1 5-5 10-4 14 കില്ലുമായിട്ട് വാറിന്റെ പിള്ളേർ ചിക്കൻ കൊണ്ടുപോകുന്നു. MVP മിക്കവാറും നമ്മുടെ BA സൂപ്പർ മാരിയോ ആണ് MVP. 8 കില്ലാണ് പഹയൻ ഒറ്റയ്ക്കെടുത്തത്. BS എന്ന് വേറെ ലെവൽ കളിയായിരുന്നു. ബാക്ക് വോക്ക്, പ്രൈമസ്, സൂപ്പർ മാരിയോ ആൻഡ് റേവ് കോൺട്ര അടങ്ങുന്ന സ്കോഡ്. സൂപ്പർ മാരിയോ 8 കില്ലെടുത്ത് ഇന്നത്തെ നമ്മുടെ MVP കൊണ്ടുപോകുന്നു. 8-2 10-5 15-2 17 കില്ലുമായിട്ടാണ് പിള്ളേർ സെക്കൻഡിൽ നിൽക്കുന്നത്. തേർഡ് നമ്മുടെ വാറിന്റെ സ്നൈപ്പർ ശ്രീഷ്ണവ്, ആദർശ്, രാവൺ അടങ്ങുന്ന സ്കോർ ആയിരുന്നു. ശ്രീഷ്ണവിന് മാത്രമേ 3 കില്ലെടുക്കാൻ സാധിച്ചുള്ളൂ. വേറെ ആർക്കും തന്നെ കിൽസ് ഒന്നും കിട്ടില്ല. ഫോർത്തിൽ നമ്മുടെ വാറിന്റെ എറൈസ്, സെക്സി, വിസാഡ്, സോൾജർ അടങ്ങുന്ന സ്കോഡ്. എറൈസ് 3 കില്ല്, സെക്സി 1 കില്ല്. അങ്ങനെ 4 കില്ലുമായിട്ട് അവർ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. 5-ൽ നമ്മുടെ വാർ സ്ട്രേഞ്ചർ, വിജയ് ബെന്നിജോ അടങ്ങുന്ന സ്കോഡ്. സ്ട്രേഞ്ചർ 1 കില്ല് എടുത്തിരുന്നു. 6 ലേവിയൻ, RRQ2 D2 അടങ്ങുന്ന D2ന്റെ സോളോ. കിൽസ് ഒന്നും കിട്ടിയില്ല. 7th നമ്മുടെ BA ഫ്യൂരിഡാൻ അനാക്കോണ്ട, എക്സ്പിയർ ആൻഡ് റെഡ് കില്ലർ അടങ്ങുന്ന BAയുടെ സ്കോഡ്. എക്സ്പിയർ 3 കില്ല്, റെഡ് കില്ലർ 3 കില്ല്, അനാക്കോണ്ട 2 കില്ല്, ഫ്യൂരിഡാൻ 1 കില്ല്. അങ്ങനെ 3-3 6-2 9 കിലോമീറ്റർ അവർ 7ാം സ്ഥാനം നിൽക്കുന്നു. 8ൽ നമ്മുടെ ബ്രൂട്ടലിന്റെ ദിബിൻ, അരുൺ, ജിഷ്ണു, WM, ഹരീഷ്, മഹേഷ് ജയരാജ് അടങ്ങുന്ന സ്കോഡായിരുന്നു. ആർക്കും തന്നെ കിൽസ് ഒന്നുമില്ല. 9ൽ നമ്മുടെ തീപന്തത്തിന്റെ KPM, ജിത് ജോസ്, തീക്കണ്ണൽ, തീപുരി ആൻഡ് സുഫിൽ 567 അടങ്ങുന്ന സ്കോഡ്. അവർക്ക് ആർക്കും തന്നെ കിൽസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. 10ൽ നമ്മുടെ TRSന്റെ പിള്ളേരായിരുന്നു ഒറ്റാൻ, മോണിക്, ഓഡിൻ ആൻഡ് ബോണ്ട് അടങ്ങുന്ന സ്കോഡ്. മോണിക്ക് 3 കില്ല്, ഓടിൻ 2 കില്ല്, 3-5 ബോണ്ടും ഒറ്റാനും ഓരോ കില്ല് വന്നു. അങ്ങനെ 7 കില്ലുമായിട്ട് അവർ 10ാം സ്ഥാനത്ത് നിൽക്കുന്നു. പിന്നെ ആസിഡിന്റെ തോറും ഫ്യൂറിയും 2 കില്ല് വെച്ചെടുത്തിരുന്നു. സ്റ്റാർസ് 1 കില്ല്. അങ്ങനെ അവർ 5 കില്ലുമായിട്ട് 11ൽ നിൽക്കുന്നു. പിന്നെ തീപന്തം സ്കോഡിന്റെ തീമണി നിക് സെബാസ്റ്റിനും 2 കില്ല് വെച്ചെടുത്തിരുന്നു. അങ്ങനെ അവർ 4 കില്ല്. പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ബ്ലൈൻഡിന്റെ ദ സൈക്കോ, പിന്നെ എയിം ട്രിഗർ അടക്കുന്ന സ്കോഡിൽ അവർ സൈക്കോയ്ക്കും എയിം ട്രിഗറിനും 2 കിൽസ് വെച്ചെടുക്കാൻ സാധിച്ചു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാംസിന്റെ ഹൾക്ക് ഒരു 2 കില്ല്, ബീസ്റ്റ് ഒരു 2 കില്ല് എടുത്തിരുന്നു. വേറെ ആർക്കും തന്നെ അങ്ങനെ പറയത്തക്ക പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. സോ വീണ്ടും നമുക്ക് അടുത്ത പറയുന്നത് വാറിന്റെ ഡെയിലി റൂം നാളെ 10 മണിക്ക് കാണാം. ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് 11:15 നമ്മുടെ PUBG ചാൻസിന്റെ റൂം ഞാൻ ലൈവ് വരുന്നതായിരിക്കും. സോ അതുവരേക്കും എല്ലാവർക്കും ചെറിയൊരു വേള. ഞാൻ വാറിന്റെ വിനയ്, സൈനിങ് ഔട്ട് ഫ്രം വാർ ഹിറ്റ്മാൻ ഗെയിമിംഗ്.